ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറിനെല്ലാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നേരെ വീട്ടിലോട്ടേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ കോളിഫ്ലവർ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പം ചിക്കനും ബീഫും കൊണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള പച്ചക്കറി കൊണ്ടെല്ലാം ആക്കുന്നത് എന്താണ് നല്ല ഹെൽത്തി ആവും. അപ്പോൾ ഇതൊരു പ്രാവശ്യങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഇതിനെ കൊണ്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്ന ടൈമിൽ പുഴുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓരോന്നിലധികം പുഴുക്കൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നമുക്ക് എന്തായാലും സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പുഴുക്കൾ കാണാൻ സാധ്യതയില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും അതിൻ്റെ മൂലമൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ഇത് പോവും. അതുപോലെ തന്നെ എന്തെങ്കിലും വിഷാംശ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിയെല്ലാം അതിന് ബെസ്റ്റാണ്. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ സ്റ്റൗവിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. എന്നിട്ട് അതിന് വേണ്ടി ഞാൻ ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം. പിന്നെ അതുപോലെ അതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാകുമ്പം ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കണം. നമ്മൾ ഈ പഴം പൊരിക്കും ബോണ്ടക്കെല്ലാം ആക്കുന്ന ആ ഒരു ഈലാന്നാക്കിയെടുക്കേണ്ടത്. മുക്കി പൊരിക്കേണ്ട വിധത്തിൽ ആദ്യം ഒരുപാട് വെള്ളം എടുക്കണ്ട. ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ടാകുമ്പോൾ അതിലേക്ക് അരിപ്പൊടി മൈദപ്പൊടി ഇട്ട് കലക്കിയിട്ടാകുമ്പം കുറച്ച് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി കൊടുത്താൽ മതി. ചെറിയ കോളിഫ്ലവറാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ 2 എടുക്കുന്നുണ്ട്. 2 ചെറിയ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് എത്ര ഉണ്ടാക്കിയാലും വീട്ടിൽ പെട്ടെന്ന് പ്ലേറ്റ് കാലിയാകുന്നതെന്ന്. അപ്പം കുറച്ചൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് സോസും മുക്കി കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ മക്കളിത് ഇതന്നെ കഴിക്കും. അപ്പോൾ ഞാൻ ഇതാ 2 പച്ചമുളകും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്തൊരു പച്ചമുളകാണ്. അത് ഞാൻ 2 എടുത്തത്. എരിവില്ല പച്ചമുളക്. പിന്നെ അതിലേക്ക് ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരമുറി ഉള്ളി എടുത്തത് ചെറുങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി ഇതും കൂടി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബാറ്റർ ഒന്ന് എരി പിടിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിൻ്റെ തോല് കടിക്കുമ്പോൾ തന്നെ ഉള്ളിയും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മൾ ബോണ്ടി ആയാലും എന്താക്കുമ്പോൾ ഒരു അരക്കഷ്ണം അതിൽ ഈ മൈദ ബാറ്ററിൽ ഉള്ളി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ചേർക്കാത്തവർ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ആ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതാ കോളിഫ്ലവർ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഒരു ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഒന്ന് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിത് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിന്. അപ്പോൾ ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. മുളക് പൊടി എല്ലായിടത്തും ആകുന്നവരെ ഒന്ന് കൈയോടെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടാകുമ്പം ഇതാ ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഫ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇത് ഫ്രൈ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ ആ തിളപ്പിച്ചെടുത്ത പാടില്ല ആ കോളിഫ്ലവർ തന്നെ നമുക്ക് നേരത്തെ ഉണ്ടാക്കുക ആ മൈദ മാവിൽ മുക്കിയിട്ടാകുമ്പം നമുക്ക് ഇതാണ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പം നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കലുണ്ട്. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാണ്ടും ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇത്ര റിസ്ക് എടുത്താലും സാരമില്ല, ടേസ്റ്റോടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കോളിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതാ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും. പിന്നെ ഇതാ ഇത് ഇനി മൈദ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടാകുമ്പം ഈ മാവിൽ മുക്കിയിട്ടാകുമ്പം എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബാറ്ററിലേക്ക് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കുക. മുട്ടയും ചേർത്താൽ നല്ലതാണ്. പക്ഷേ ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. മുട്ട ചേർക്കാതെയും ടേസ്റ്റിയാണ്. പിന്നെ ഇതാ ഞാൻ ഓരോന്നും മൈദമാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മുക്കിയിട്ടാകുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാ പഴംപൊരി അതുപോലെ മുക്കുന്ന പോലെ തന്നെയാണ്.
എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പി വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ നോമ്പ് സമയത്ത് അധികവും ബീഫിനെ കൊണ്ടും ചിക്കനെ കൊണ്ടുമാണ് സ്നാക്ക് ഉണ്ടാക്കൽ. അപ്പം അതിൽ വെറൈറ്റി ആയിട്ട് കോളിഫ്ലവർ കൊണ്ടാക്കുമ്പോൾ അത് ഹെൽത്തി ആവും, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആവും. പെട്ടെന്നുള്ള ആരെങ്കിലും വീട്ടിലെല്ലാം വിരുന്ന് വന്നാൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. അവർ ഇതുപോലെ കഴിക്കാത്തവരാണെങ്കിൽ അവർക്കത് ഒരു വെറൈറ്റി സ്നാക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ വിരുന്ന് വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ്. അരിപ്പൊടി ചേർത്തിട്ടെങ്കിൽ ഒരു ക്രിസ്പി കിട്ടൂല. അപ്പോൾ ഞാൻ അധികം എല്ലാ ബാറ്ററിലേക്കും ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേ. ഇനി അരിപ്പൊടി ഇല്ലെങ്കിൽ പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ നല്ലോണം ആയതിന് ശേഷം മാത്രമാണ് എണ്ണയിൽ നിന്ന് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്ര ഫ്രൈ ചെയ്തിട്ട് ആവണ്ടെങ്കിൽ അതിന് കുറച്ച് തൊട്ട് മുന്നേ എടുത്താൽ മതി. അപ്പം ഇങ്ങനെ നല്ലോണം ഫ്രൈ ആയിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റിയാണ്. ആദ്യം ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയും വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബായ്.